നമസ്കാരം. ഓസ്ട്രേലിയയിൽ കാട്ടുതീ കനത്ത ഭീഷണിയാണ് ഒരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഭീഷണിയെ തുടർന്ന് തലസ്ഥാനമായ കാൽബറയിൽ അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. സെപ്റ്റംബറിന് ശേഷം ഇതുവരെ കാട്ടുതീയിൽ 33 പേർക്കാണ് ഓസ്ട്രേലിയയിൽ ജീവഹാനി നേരിട്ടതെന്നതും പ്രത്യേകതയാണ്. 100 കോടി മൃഗങ്ങളാണ് മൊത്തത്തിൽ ചത്തത്. അതുമാത്രമല്ല 2500 വീടുകൾ ഇതുവരെ അഗ്നിക്കിരയാകുകയും ചെയ്തു. 11 കോടിയിലേറെ സ്ഥലമാണ് കത്തി നശിച്ചത്. 40 ഡിഗ്രി സെൽഷ്യസ് താപനിലയും ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയും പോലുള്ള പ്രതികൂല ഘടകങ്ങളെ അതിജീവിച്ച് അഗ്നിശമന സേനാംഗങ്ങൾ ആഴ്ചകളായി കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു വരികയാണെന്ന് ആൻഡ്രൂ ബാർ പറയുകയും ചെയ്തു. എന്നാൽ അഗ്നിശമന സേനാംഗങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധം കാട്ടുതീ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതായും മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. ആ സമയത്താണ് കാട്ടുതീയിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും വനമേഖലയെ രക്ഷിക്കാനായി മലയാളി വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള റോബോട്ട് തയ്യാറായിരിക്കുന്നത്. സയൻസ് ഫെസ്റ്റിവലിൽ അബുദാബി സൺറൈസ് സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ കൊല്ലം സ്വദേശി അഭിനും ചെന്നൈ സ്വദേശി ആദിഷുമാണ് കാടിന്റെ രക്ഷകരായി മാറിയത്. ഓസ്ട്രേലിയ, ആമസോൺ, കാലിഫോർണിയ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാശം വിതയ്ക്കുന്ന കാട്ടുതീയും അവ മൂലം മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യജാലങ്ങൾക്കും പ്രകൃതിക്കും ഉണ്ടാകുന്ന ദുരിതവുമാണ് ഈ രംഗത്തേക്ക് തിരിയുവാൻ പ്രേരകമായതെന്നാണ് ചടയമംഗലം സ്വദേശി അബിൻ വിജയകുമാർ പറഞ്ഞിരിക്കുന്നത്. കാടുകളിൽ ഉപേക്ഷിക്കുന്നതും കാറ്റിലും മലവെള്ളപ്പാച്ചിലും ഒഴുകി എത്തുന്നതുമായ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും വനജന്തു നശീകരണത്തിന് കാരണമാകുന്നതും ഈ വിദ്യാർത്ഥികളെ വേദനിപ്പിച്ചിട്ടുമുണ്ട്. ഒപ്പം കാട്ടുതീ വരുത്തി വയ്ക്കുന്ന മഹാദുരന്തവും ഇവർക്ക് വേദനയായി. ഇവ രണ്ടിനും പരിഹാരമായാണ് റോബോട്ട് വികസിപ്പിച്ചത്. കാട്ടുതീയെക്കുറിച്ച് അഗ്നിശമന സേനയെ വിവരമറിയിക്കുന്നതോടൊപ്പം ലഭ്യമായ സംവിധാനം ഉപയോഗിച്ച് അവ കെടുത്തുവാനും ഇവർ ശ്രമിച്ചു. കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണുവാനും ഇവർക്ക് സാധിക്കുമെന്നാണ് അബിൻ പറയുന്നത്. ചെടികളുടെയും ഭൂമിയെയും നശിപ്പിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കാട്ടിലെ മാലിന്യങ്ങൾ ശേഖരിച്ച് തരം തിരിച്ച് ഒരിടത്ത് എത്തിക്കുന്ന ജോലിയും റോബോട്ടിനുണ്ട്. ഇങ്ങനെ സമാഹരിച്ച് വേർതിരിച്ച മാലിന്യം ഒരിടത്തെത്തിച്ച് ഇക്കാര്യം വനം വകുപ്പിനെയും മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രത്തെയും അറിയിക്കുകയും ചെയ്യും. കാടിനെ മലിനമുക്തവും അഗ്നിരഹിതവുമാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടുകൂടി പ്രകൃതിയെ സംരക്ഷിക്കാമെന്ന് ഇവർ തന്നെ പറയുന്നു. ഹെക്ടർ കണക്കിന് പരന്നു കിടക്കുന്ന കാടുകളിലെ ചെടികളും മരങ്ങളും മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളെയും അവയുടെ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുവാനാകുമെന്നാണ് ഈ കൗമാര ശാസ്ത്രജ്ഞന്മാർ വ്യക്തമാക്കിയത്. ഇവിടങ്ങളിൽ മനുഷ്യർ പോയി രക്ഷാപ്രവർത്തനം നടത്തുക പ്രായോഗികമായ കാര്യമല്ല. ജീവാപായം വരെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. റോബോട്ടാകുമ്പോൾ കാലഭേദമന്യേ 24 മണിക്കൂറും നിതാന്ത ജാഗ്രത പുലർത്തി കാടിനെ സംരക്ഷിക്കുമെന്നും ഇവർ വ്യക്തമാക്കി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.